ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് വലിയ നോമ്പിൻ്റെ 2025 10-ാം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ നമ്മൾ സാധാരണ ഈ ലോകത്തിൻ്റെ ചിന്തയിൽ ആയുർവേദത്തിലെ ചവനപ്രാംശവും മറ്റ് ഔഷധങ്ങളും എല്ലാം സേവിക്കുന്നവരാണ്, അങ്ങനെ ഫലം കണ്ടെത്തുന്നവരാണ്. ഇവയ്ക്ക് ഇങ്ങനെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാമെങ്കിൽ എൻ്റെ സഹോദര സഹോദരി, പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം നമ്മെ തുണയ്ക്കാതിരിക്കുമോ? മാർക്കോസ് 13:31 ചേർന്ന് വായിക്കാം. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോകുന്നില്ല. അതിനോട് ചേർന്ന് മറ്റൊരു വചനം കൂടി നമുക്ക് ചേർന്ന് വായിക്കാം. 1 തെസ്സലോനിക്ക 5:8. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവനിൽ ശരണപ്പെടുന്നവർക്ക് വചനം കവചവും പരിചയമാണ്. ദൈവമക്കളെ, ഉൽപ്പത്തി 15:1 നമ്മെ പഠിപ്പിക്കുന്നു, അബ്രാഹത്തിന് ദൈവം പരിചയമായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ നമുക്ക് നല്ല കവചം തീർക്കുവാൻ തക്ക വിധം, പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ തക്ക വിധം, മാറ്റമില്ലാത്ത വചനത്തിലൂടെ പുതിയ അഭിഷേകം കൊണ്ട് ഈ കാലഘട്ടത്തെ അതിജീവിക്കുവാനുള്ള കൃപാവരങ്ങൾ കൊണ്ട് ജ്വലിക്കുവാൻ വലിയ നോമ്പ് സഹായകമായി തീരാൻ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന ഓരോ മകനോടും മകളോടും ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ വചനത്തെ നമുക്ക് പ്രതിരോധ ശക്തിക്കായിട്ട്, പ്രതിരോധം തീർക്കുവാൻ തക്ക വിധം 2025 വലിയ നോമ്പിൻ്റെ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഹ്വാനമാണെന്ന് തിരിച്ചറിയുവാനുള്ള കൃപ ജ്വലിക്കുവാൻ തക്ക വിധം പ്രാർത്ഥനാപൂർവം പുത്തൂർ കുടിലിൽ ജയ്മോനച്ചൻ